അങ്ങനെ നനച്ച വണ്ടി കിട്ടിയ സന്തോഷത്തിൽ ഉണ്ണിക്കണ്ണൻ മംഗലഡാം എന്ന നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇപ്പോൾ പാലക്കാട് ലോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആ ആപ്പിൾ ഒന്ന് കാണിച്ചേ ചേട്ടാ. ആപ്പിൾ ഇതാണ് വിജയണ്ണൻ തന്ന ആപ്പിള്. അതെ അതെ. എങ്ങനെയായിരുന്നു ആ കൂടിക്കാഴ്ച? നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒക്കെ ഫസ്റ്റ് ഡേ നമ്മൾ കണ്ടിരുന്നു. കാരണം ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് വലിയ പ്രയാസം തോന്നിയിരുന്നു. അവിടെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ചേട്ടൻ വിളിച്ചു, ഇങ്ങനെ വിളി വരുന്ന പെട്ടെന്ന് വണ്ടി കെട്ടി പറഞ്ഞ ആ വണ്ടിയിൽ നേരെ കൊണ്ടുപോയത് തന്നെ വലിയൊരു ഗസ്റ്റ് ഹൗസിലായിരുന്നു. എനിക്ക് പോയിട്ട് നല്ല ഭക്ഷണം തന്നു. AC റൂമിൽ കുറച്ച് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് ഇന്ന സമയത്ത് വണ്ടി വരും. വണ്ടിയിൽ പോയി ആ ലൊക്കേഷനിൽ കുറേ ദൂരം പോയി. അവിടെ പോയിട്ട് നേരെ നമ്മുടെ ഇളയ തലവതി അണ്ണൻ്റെ ആ പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ് വന്ന്, ഉണ്ണിക്കണ്ണ സാർ ഷൂട്ടിലാണ്. അത് കഴിഞ്ഞ് കുറച്ച് തന്നെ പ്രൊഡ്യൂസർ സാർ വന്ന് വിളിച്ച് അവിടെ നിന്ന് പിന്നെ അങ്ങനെ ലൊക്കേഷനിലേക്ക് പോയപ്പോൾ കുറേ ക്രൗഡ് നിൽക്കുമായിരുന്നു. ആ ക്രൗഡിൽ നിന്ന് ഇങ്ങനെ പാൻറ് ഷർട്ട് ഇട്ടിട്ട് ഒരാൾ വന്നിട്ട് തോളിലൊക്കെ ഇട്ടിട്ട് എനിക്ക് നമ്മുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് അത്രയും എനിക്ക് തോന്നിയല്ലോ കേട്ടോ, ഒരു കൂട്ടുകാരനും പോലെ. എന്തിനാ കരയെന്ന് ചോദിച്ചു. കാരവനിൽ കയറി പറഞ്ഞു. ഈ കാരവനിൽ ആദ്യം സാറ് കയറി പറഞ്ഞപ്പോൾ ഇല്ല ഉണ്ണി കയറി പറഞ്ഞ് തൊട്ടുനൂറ് വെച്ച് കാരവനിൽ കയറിയപ്പോൾ അവിടെ ഇരിക്കുക പറഞ്ഞിട്ട് വെള്ളം തന്നിട്ട് അവിടെ ഇരുന്നിട്ട് വിജയ് സാറ് പറഞ്ഞു എന്തിനാ തമ്പി ഇങ്ങനെ ചെയ്ത് പറഞ്ഞു. മാനാടിന് പോയപ്പോൾ ഇലക്ഷന് പോയപ്പോൾ ജൂലൈ 3 കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞപ്പോൾ വിജയണ്ണൻ കണ്ണ് കലങ്ങി നെഞ്ച് തകർന്നിട്ടാണ് ആ വരുന്നത്. എൻ്റെ കാലൊക്കെ ഇങ്ങനെ നോക്കി ആള് പറഞ്ഞു എന്തിനാ അങ്ങനെ പറഞ്ഞു കണ്ണ് കലങ്ങി. പിന്നെ ഇങ്ങനെ ഒന്നും ചെയ്യരുത് പറഞ്ഞു. ആകെ സങ്കടത്താണ് ഇരുന്നത്. എന്നിട്ട് എന്നെ ചേർത്ത് കെട്ടിപ്പിടിച്ചു കേട്ടോ. ആഗ്രഹമൊക്കെ നടന്നു. ഫോട്ടോ എടുക്കാൻ പറ്റി, കെട്ടിപ്പിടിക്കാൻ പറ്റി, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ഈ മുടിയും നാടിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് ചോദിച്ച് സിനിമൻ്റെ കാര്യം ഡയലോഗ് ഒന്നും വേണ്ട, സ്ക്രീനിൻ്റെ പുറകെ നിൽക്കണം പറഞ്ഞു. ഡയറക്ടർ സാറായി സംസാരിക്കുക പറഞ്ഞു. അങ്ങനെ ഒരു 10 മിനിറ്റോളം സംസാരിച്ച് വീട്ടിലിറക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് കാരവനിൽ നിന്ന് ഇറങ്ങി വിളിച്ചിട്ട് മാനാടിൽ എങ്ങനെ പറഞ്ഞ് പാതുകാപ്പ വീട്ടിൽ പോയി വരണം. ആ നനച്ച വണ്ടി നമുക്ക് എടുത്തു തന്നു. അദ്ദേഹം തന്ന ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചോ? ആപ്പിള് വീട്ടിൽ പോയിട്ട് അമ്മയും അച്ഛനും എൻ്റെ അമ്പാടിയും കൂടെ വീട്ടിൽ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാനാണ്. ഇതിന്റെ സമയത്ത് ഇപ്പൊ ഉണ്ണിക്കണ്ണന് ഒരുപാട് ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പൊ അവിടെ എത്താൻ പറ്റുന്നത്. അതെ അതെ. ആ ഇപ്പൊ ഭീഷണിപ്പെടുത്തുമ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു അത് തമാശ പറഞ്ഞാണ്, കൊല്ലുന്നവരെ പറഞ്ഞു. നമ്മളത് നോക്കണ്ട. എന്തെങ്കിലും ആഗ്രഹത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പോണ വഴിക്ക് കിടക്കാനുള്ള സ്ഥലവും ഭക്ഷണം വിജയണ്ണൻ്റെ പാർട്ടിയും ഫാൻസുകാരും കുറേ തന്നു. എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ നടക്കും. പിന്നെ വിജയ് സാറ് പറഞ്ഞു തമ്പിക്ക് എല്ലാ ഭക്ഷണവും കൊടുക്കണം, ചായ തന്നു, ജ്യൂസ് തന്നു. കാറ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിർത്തിയിട്ടാണ് നിൽക്കുക പറഞ്ഞ് പ്രൊഡക്ഷൻ്റെ അനിയന്മാർ വന്ന് ഓരോ സാധനം തന്ന് എന്നിട്ട് നാളെ പോയാൽ മതി എന്നും കൂടെ വിജയ് സാറ് പറഞ്ഞു. വൈകുന്നേരം പോയപ്പോൾ എന്താണ് ഉണ്ണിക്കണ്ണൻ്റെ ഇനിയുള്ള ഒരു ആഗ്രഹം? എന്താണ് ഇനി എൻ്റെ ആഗ്രഹം? സിനിമയിൽ അഭിനയിക്കണം, എൻ്റെ വീട് നോക്കണം. ഇനി ഒരു ബിഗ് ബോസിലൊരു ആഗ്രഹമുണ്ട്. അത് ഈ 4ാം ക്ലാസ് നടക്കുമെന്ന് അറിയില്ല ഏട്ടാ. ചിലരൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ താങ്കൾ ഒരു സാമ്പത്തിക നേട്ടം മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ ഒരു വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അതുപോലെ തന്നെ ഉണ്ണിക്കണ്ണനെ പരിഹസിച്ച കുറെ ആളുകളുണ്ട്. അവരോട് എന്താ താങ്കൾക്ക് പറയാം? എനിക്ക് അവരിനെ കൊണ്ട് പറയാറില്ല. അവർക്ക് ഉണ്ണിക്കണ്ണൻ എന്താണെന്ന് അറിയില്ല ഏട്ടാ. എൻ്റെ ആഗ്രഹം സിനിമയാണ്. ഞാൻ എല്ലാ പണിക്കും പോകുന്നുണ്ട്. എൻ്റെ കുടുംബം ഇപ്പം പോലും എന്താണ് എനിക്ക് ഗൂഗിൾ പേ എടുക്കാൻ അറിയാത്തതുകൊണ്ട് ഇവിടെ നമ്മുടെ കേരള ബാങ്കിൽ നന്മാറുള്ള സതീഷ് സാറ് അതൊക്കെ വിലേഷേട്ടന് അറിയ കാര്യങ്ങൾ. ഇവർക്ക് പൈസ അപ്പോൾ എൻ്റെ പെങ്ങൾ ഇവിടെ പാലക്കാടാണ്, അപ്പോൾ വിശേഷമായിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പൈസ ആ ബാങ്കിൽ നിന്നാണ് അത് ഗൂഗിൾ പേ എടുക്കാൻ കിട്ടാത്ത ആളുടെ അടുത്ത് പറഞ്ഞ് ഇനിയിപ്പോൾ ആൾക്ക് അത് എടുത്ത് കൊടുത്തു. പിന്നെ പെങ്ങൾ ഇതായിരിക്കുമ്പോൾ അപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ നന്നായി നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അല്ലാണ്ട് വീട് നോക്കണ്ടല്ലോ. ഉണ്ണിക്കണ്ണൻ എൻ്റെ വീട് പൊന്നുപോലെ നോക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ചോദിച്ചൊരു ചോദ്യം, വിജയിനെ കണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ചിത്രങ്ങൾ പുറത്തു വന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് വരും ഉടനെ? അത് ഉടനെ വരും, കോസ്റ്റ്യൂമിലായതുകൊണ്ടാണ്. അതാണ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിക്കണ്ണന്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ അത് ആ ആഗ്രഹം ആത്മാർത്ഥമാണെങ്കിൽ പ്രകൃതി പോലും നമുക്കൊപ്പം നിൽക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് അയാൾ. അയാളെ പരിഹസിക്കുന്നവരുണ്ടാവും, കളിയാക്കുന്നവരുണ്ടാവും. എന്നാൽ അയാളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നു. അത് അയാൾക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ കാര്യം കൂടിയാണ്. ഇനിയിപ്പോൾ സിനിമ എന്നുള്ള വലിയ സ്വപ്നം കൂടി യാഥാർത്ഥ്യമാകട്ടെ. എല്ലാവിധ ആശംസകളും ഉണ്ണിക്കണ്ണന് നേരാം. വേറൊരു വലിയൊരു പടം കിട്ടിയിട്ട് ഇന്ന നടന്നെന്ന് പറയുന്നില്ല. വലിയൊരു പടം നാളെ കിട്ടി. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, എല്ലാവരും എൻ്റെ ഏട്ടന്മാരും അനിയന്മാരും ചേച്ചിമാരും അമ്മമാരും എല്ലാവരും നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്ന് വഴിമുട്ടി നിന്ന ഈ 4ാം ക്ലാസ്സുകാരനെ ആലോചിക്കുക. ആരെങ്കിലും വൈറലാകുകയാണെങ്കിൽ മുതലെടുക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വരും. സൂക്ഷിക്കണം. ചങ്ക് പോലെ രക്തബന്ധം ചെയ്യാത്ത പോലെ മനസ്സറിന് നന്മ നിറഞ്ഞ ആളുകളുണ്ട്. അതും കൂടെ മനസ്സിലാക്കുക. അത് പണി കിട്ടും, സൂക്ഷിക്കുക. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നിറവേറിയതിൻ്റെ ആഹ്ലാദത്തിലാണ് ഉണ്ണിക്കണ്ണൻ.
രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് 24.